ഏറ്റവും നല്ല രീതിയിൽ തുടക്കം മനുഷ്യ മനസ്സുകളിലേക്ക് സ്വാതന്ത്ര്യ വാക്കുകളുമായിട്ട് ഇന്നിപ്പോൾ നിരവധി ഫുഡ് ഫെസ്റ്റിവലിൽ ജഡ്ജ്മെന്റ് എന്ന നിലയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്ന ഷബീബ മുനി എന്നാണ് അവാർഡ് ഈ ഒരു ഹായ് നമസ്കാരം, ഞാൻ ഷബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ പോകുമ്പോൾ ആ വീഡിയോ മുനിക്കക്കുനെ കൊണ്ട് എടുപ്പിക്കണത്. അപ്പോൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഉമ്മ വന്ന് നോക്കാൻ കേട്ടോ, എന്താ അപ്പോൾ ഒരുപാട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുനിക്കക്കുന് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണില്ല. ഞാൻ ഫോൺ വാങ്ങിപ്പോയി, ഞാൻ സെൽഫി വീഡിയോ എടുത്ത് പോയിട്ടോ. അങ്ങനെ ഞാൻ പോകണത് എങ്ങോട്ടെന്ന് വെച്ചാൽ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരാണ് കേട്ടോ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് ഞാൻ ബസ്സിന് പോയി മുനിക്കക്കുനോട് അങ്ങോട്ട് ഈ ബസ്സിന് പോയിക്കോ, ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ നേരം വഴുകൂല, അപ്പോൾ ഞാൻ കൊണ്ടുവരാൻ വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവിടെ എത്തി. അവിടെ ഹോട്ടൽ ഹയാത്ത് എന്തുണ്ടല്ലോ അവിടെ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ഇതാ ഹഫ്സിയും കുട്ടി ഇന്നെങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അവരുടെ അടുത്ത് ഞാൻ എത്തിയിട്ട് ഉള്ളിലേക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിനൊക്കെ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ ഏതാന്നുള്ളൊരു ഐഡിയ ഇല്ല. അങ്ങനെ അവിടെ എത്തിയതാ രജിസ്റ്റർ ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളിൽ കയറിയത്. അങ്ങനെ വൈകുന്നേരം 6 മണിക്കായിരുന്നു പ്രോഗ്രാം. അവിടെ എത്തിയപ്പോൾ ഇതാ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റേജിൽ വന്നിട്ടുള്ള കുട്ടികൾ അവർ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളല്ല, പങ്കെടുത്ത ആളുകളെ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആളുകളാണ് കേട്ടോ. അങ്ങനെ അവർ ജസ്റ്റ് ഒന്ന് സ്റ്റേജിൽ വന്ന് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മൊമെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു നല്ല കയ്യടികൾ നൽകിക്കൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാരുടെ ആദ്യ രജിസ്റ്റർ സംഘടനയായ കണ്ടന്റ് ക്രിയേറ്റർ ഓഫ് കേരളയുടെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ കൂടിയായ റോബിൻസന് ഒരു വലിയ കയ്യടി നൽകിക്കൊണ്ട് ഇത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഭിമാനം റോബിൻ ചേട്ടൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ഇങ്ങനെ റാമ്പ് ഷോക്ക് എനിക്ക് നേരിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ നേരിൽ കണ്ടിട്ടില്ല. അപ്പോൾ അന്നാണ് കേട്ടോ അതൊക്കെ നേരിൽ കാണാൻ പറ്റിയത്. പിന്നെ ഈ ഒരു കുട്ടി ഉണ്ടല്ലോ, ഈ നമ്പർ 1, ആ കുട്ടീൻ്റെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ആയിട്ട്, മുഖത്തിൻ്റെ ഭംഗിയല്ല കേട്ടോ മൊത്തത്തിലാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു 10ാം നമ്പറും അത് നല്ല സെറ്റപ്പ് ഉണ്ടായിരുന്ന കുട്ടി. എല്ലാവരും അടിപൊളി തന്നെ, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടി അതൊന്ന് സെലക്ട് ചെയ്ത് പറയണേ. ഈ ഒരു കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടീനെ ഞാൻ അത് കഴിയണവരെ നോക്കിയിരിക്കുന്നു. ആ കുട്ടീൻ്റെ കണ്ണ് ചിമ്പണത് ഇങ്ങനെ കണ്ടപ്പോൾ എന്തോ പറയുക, ശരിക്കൊരു പാവക്കുട്ടികൾക്ക് ഇങ്ങനെ ബാറ്ററി ഇട്ട് കൊടുത്ത പോലെ തോന്നിയിട്ട് എനിക്ക്. പിന്നെ ഇത് അടുത്ത സെക്ഷനായിരുന്നു. ഇതിൽ 6 നമ്പർ ഉണ്ടല്ലോ, ആ കുട്ടി തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവരും സ്റ്റേജിൽ നടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാം. രണ്ടുപേരെയും സ്നേഹപൂർവ്വം തന്നെ വീട്ടിലേക്ക്. അങ്ങനെ ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു. പിന്നെ ഇതാ ഫുഡ്, അതായത് അവിടെ ഹിന്ദുസാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നാടൻ ചോറാണല്ലോ മെയിനായിട്ടും. അങ്ങനെ സാധാ ചോറുണ്ട്, ബിരിയാണി, കുറേ ഐറ്റം ഉണ്ട്. പിന്നെ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ സാലഡ് ഇതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാട്ടോ അതിൻ്റെ ഓർമ്മ വന്നത്. അങ്ങനെ എല്ലാം കൂടെ എടുത്തപ്പോഴത്തേക്കും പ്ലേറ്റ് നിറഞ്ഞിട്ടുണ്ട്. ഇനി സ്ഥലമല്ല പ്ലേറ്റിൽ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കേക്കും പുഡിങ്ങും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. പിന്നെ അതുമാത്രമല്ല സൂപ്പ് വേറെയുണ്ട്. ഒരു വ്യത്യസ്തമാണ് മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പറയുന്നത്, വളരെ വ്യത്യസ്തമാണ്. നമ്മൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കർത്തവ്യം കൂടിയാണ്. ഏറ്റവും നല്ല രീതിയിൽ തുടക്കം മനുഷ്യ മനസ്സുകളിലേക്ക് സ്വാതന്ത്ര്യ വാക്കുകളുമായിട്ട് മോട്ടിവേഷൻ സ്പീക്കറായി തുടക്കം കുറിച്ച് പിന്നീട് അത് ലൈഫ് സ്റ്റൈൽ വ്ളോഗായും കഷ്ടത അനുഭവിച്ചു നേർന്ന മനസ്സുകൾക്ക് സ്വാതന്ത്ര്യമായി ശാരീരിക പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബാല്യകാല മോഹം എന്ന ആദ്യ പാഠവും കൈവിടാതെ ഇന്നിപ്പോൾ നിരവധി ഫുഡ് ഫെസ്റ്റിവലിൽ ജഡ്ജ്മെന്റ് എന്ന നിലയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്ന ഷബീബ മുനി എന്നാണ് അവാർഡ് ഈ ഒരു വേദിയിൽ വെച്ച് നമ്മൾ നൽകുന്നത്. സ്നേഹപൂർവ്വം നല്ല കൈയടികളോടുകൂടി തന്നെ സ്നേഹാദരോടുകൂടി തന്നെ മൊമെന്റോയും അതിനോടൊപ്പം ചേർന്നുള്ള സർട്ടിഫിക്കറ്റ്സും ഏവരെയും സാക്ഷ്യപ്പെടുത്തി നമ്മൾ നൽകുകയാണ്. So thank you so much, three of you. Thank you. അങ്ങനെ ആ ഒരു അവാർഡും കരസ്ഥമാക്കി. പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഓരോ മൊമെൻറ്റുകളായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര അഭിമാനം തോന്നുന്ന നിമിഷങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ റാം ഷോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഈ കുട്ടി ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു കുട്ടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിലുള്ള ജിൻഡോ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിക്കുമായിരുന്നു. നമ്മൾ കാണുന്ന പോലെ നല്ല കേട്ടോ, ഒരു ജാടയൊന്നുമില്ല അവർക്കൊന്നും. നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല കൂളായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നല്ല തകർപ്പൻ ഡാൻസും അങ്ങനെ ഓരോ പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വ്ളോഗേഴ്സിന് ഇങ്ങനെ റാമ്പ് ഷോ ചെയ്യാനുള്ളൊരു അവസരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതായത് എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ പറ്റൂലല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കണതാ. പിന്നെ എന്താ വെച്ചാൽ അവിടുന്ന് അവർ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായി പോയി. പിന്നെ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ സെറ്റപ്പിലാണ്, അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വന്നിട്ടുള്ളത്. ഞാനീ പറഞ്ഞ പോലെ എല്ലാവരും എന്നെ കളിയാക്കും, തള്ള വൈബ് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ശരിയാണ്, ഡ്രസ്സിലാണെങ്കിലും ഗോൾഡ് എന്ത് കാര്യത്തിലാണെങ്കിലും തള്ള വൈബിലാണ് ഞാൻ പോണത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു അവാർഡ് ഫംഗ്ഷന് പോകുമ്പോൾ ഒരു മോഡേൺ ഡ്രസ്സെങ്കിലും ഇടണമായിരുന്നു. ഞാനൊരു സാധാ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. എന്തായാലും ഞാൻ എല്ലാവരുടെയും കഴിയുന്ന വരെ അവസാനം വരെ കാത്തുനിന്ന് ആർക്കേനും വേണ്ടി ഒന്ന് വേണം വേണ്ടാച്ചിട്ടുള്ള ലെവലിലൊന്ന് ചെയ്ത് ഇറങ്ങി കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.